പല യാത്രകളുടെയും അവസാനം ഒരുപോലെയാണ്. ഒരു പതിറ്റാണ്ട് കാലത്തിനപ്പുറവും ഇതേ കാഴ്ചകൾ ആവർത്തിക്കുന്നു. നമുക്ക് അപകടം മുന്നിൽ കണ്ടിട്ട് ആരും പോകത്തില്ലല്ലേ. അതിപ്പോൾ അവരെ നമുക്ക് അറിയിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഇത് അപകടം വരാൻ പോകുന്നു എന്ന് അറിയിക്കാനും പറ്റത്തില്ല. അത്രയും പേര് മരിച്ചതിൽ നമ്മൾ അണ്ണൻ മാത്രമാണ് അന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയത്. ബാക്കിയുള്ള 6 പോയിട്ടുണ്ടോ 3 അല്ലെങ്കിൽ 7 കിട്ടാത്തവർ വരുമുണ്ട്. പുള്ളി നല്ലൊരു മനുഷ്യനായോണ്ടായിരിക്കും അപ്പോഴത്തന്നെ അത് തിരിച്ച് കിട്ടിയത്. ഉപജീവനത്തിനായി പലപ്പോഴും ഇറങ്ങിത്തിരിക്കേണ്ടത് മരണത്തിലേക്കാണ്. നഷ്ടങ്ങളുടെ കണക്ക് വലുതാണ്. അപ്പോഴും മരണക്കയത്തിൽ നിന്ന് നീന്തി കയറാൻ ഭാഗ്യം തുണയായവരുണ്ട്. ഉള്ളുന്നൊരു കടൽ ഉള്ളുന്ന് തന്നെ അത് മടങ്ങി ഞങ്ങളെ വെള്ളം എടുത്ത് കല്ലിൻ്റെ പറ്റയെടുത്ത് അടിക്കുകയും ചെയ്തു. ഞങ്ങൾ 6 പേരെ കൂട്ടത്തിൽ ഞങ്ങൾ നേരെ 2 പേര് കല്ലിൻ്റെ ഇല്ലിട്ടെടുത്ത് കല്ലിലേക്ക് എടുത്ത് അടിക്കുകയും ഞങ്ങൾ 2 പേര് കല്ലിൽ യാദർച്ഛ്യമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒരു വെപ്രാളത്തിൽ ഞങ്ങൾ സത്യം പറയുന്ന മരണം മുഖാമുഖം കണ്ട്. പരിഹാരങ്ങളെപ്പറ്റി പറഞ്ഞാവർത്തിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാകുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. വെള്ളം ഇറങ്ങി നിരപ്പനുസരിച്ച് ഞങ്ങൾ ഓടി കയറണം. ആ മുട്ടിൻ്റെ ആ ഇത് അകർത്തി വെച്ചിട്ട് അവിടെ ഈ മണ്ണ് കിടക്കും കാലം വരെ മരണം തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നല്ല നീന്തലാറിനായിരുന്നു, നമ്മളെ കാല നീന്തലാറിനാണ് അവർ. പുള്ളി ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. വർഷങ്ങളായി കടലറിഞ്ഞു പണിയെടുത്തവർക്ക് മുതലപ്പൊഴിയിലെ ഈ കടൽ അപരിചിതമായി തുടരുകയാണ്. ഭയത്തിൽ അവർ തുഴയെറിയുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.